So hello gamers, what's up? Hope you're all doing well and welcome back to Electronics 6DMI. And in this episode, we are actually going to break down the different wide varieties of Ryzen CPUs. So നിങ്ങൾ ആലോചിക്കായിരിക്കും എന്താണ് ഈ വൈഡ് വെറൈറ്റീസ് ഓഫ് സി പി യുസ്. സോ ബേസിക്കലി ഇതൊരു ന്യൂ യൂസറാണ്, നിങ്ങളൊരു പുതിയൊരു പി സി ബിൽഡറാണ് ആൻഡ് നിങ്ങൾ ഒരു എ എം ഡിയുടെ പ്ലാറ്റ്ഫോമിൽ പി സി ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾക്കൊരു 7 ടൈപ്സ് ഓഫ് സി പി യുസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ എന്താണ് ഈ 7 ടൈപ്സ്? സോ റഫ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജി കാണാൻ പറ്റും, ജി ടി കാണാൻ പറ്റും, നോൺ എക്സ് കാണാൻ പറ്റും, എക്സ് സീരീസ് കാണാൻ പറ്റും, എക്സ് ടി സീരീസ് കാണാൻ പറ്റും, എഫ് സീരീസ് കാണാൻ പറ്റും, ആൻഡ് അതുപോലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് എക്സ് 3D സി പി യു കാണാൻ പറ്റും. സോ എന്താണ് ഈ സംഭവങ്ങൾ? സോ ബേസിക്കലി ഒരു ന്യൂ യൂസർ വരുമ്പോൾ അവരൊരു പർപ്പസിനനുസരിച്ച് അവരൊരു പ്രോസസ്സ് ചൂസ് ചെയ്യാൻ നിൽക്കുമ്പോൾ മോസ്റ്റ് ആൾക്കാർ കോർ കൗണ്ട് ആൻഡ് ത്രെഡ് കൗണ്ട് നോക്കിയിട്ട് മാത്രമാണ് ഈ പ്രോസസ്സ് ചൂസ് ചെയ്യുന്നത്. സോ അവർക്ക് മേ ബി ഈ സഫിക്സസ് എന്ന് പറയുമ്പം ആ ഒരു നെയിമിംഗ് സ്കീമിൻ്റെ ലാസ്റ്റ് ആയിരിക്കും ഇത് ഏത് ടൈപ്പ് ഓഫ് സി പി യു ആണെന്ന് എം ഡി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അത് മെയിൻലി പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാം. സോ അതെന്താണ് ആൻഡ് അത് ഓരോ ആൾക്കാർക്ക് ഓരോ പർപ്പസ് അനുസരിച്ച് അത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്നാണ് കേസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ജി സീരീസ് ഓഫ് പ്രോസസർ. സോ എന്താണ് ഈ ജി സീരീസ് ഓഫ് പ്രോസസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ആൻ എ പി യു. എ പി യു എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ആക്സലറേറ്റഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് സിമ്പിൾ ടേംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ജി പി ഒന്ന് കേട്ടിട്ടില്ലേ എന്ന് പറയുമ്പോൾ പ്രോസസറിൻ്റെ കൂടെ തന്നെ വരുന്ന ഗ്രാഫിക്സ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്കൊരു ഗ്രാഫിക് കാർഡ് യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഗെയിം അത്യാവശ്യമൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ കളിക്കാം. സോ ഐ ജി പി യു നിങ്ങൾ വിചാരിക്കുമ്പോൾ നമുക്ക് തോന്നും യെസ് ഇൻ്റലിൻ്റെ സി പി യുസിലും ഐ ജി പി യുസ് ഇല്ലേ? യെസ് ഇൻ്റലിൻ്റെ സി പി യുസിൽ ഐ ജി പി യുസ് ഉണ്ട് ആൻഡ് അതിൻ്റെ വർക്കിംഗ് ഇതിൻ്റെ വർക്കിംഗ് ഓൾമോസ്റ്റ് സെയിം രീതിയിൽ തന്നെയാണ്. ബട്ട് ഗെയിമിംഗ് പെർഫോമൻസ് എ എം ഡിയുടെ എ പി യുസ് ആണ് ഇൻ്റലിൻ്റെ ഐ ജി പി യുസിനും കാണി ഫാർ ബെറ്റർ പെർഫോമൻസ് നമുക്ക് തരുന്നത്. സോ ഇഫ് യു ആർ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റലിൻ്റെ ഐ ജി പി യുസ് നോക്കേണ്ട ആവശ്യമില്ല, എ എം ഡിയുടെ എ പി യുസ് നോക്കുന്നതായിരിക്കും മച്ച് മോർ പ്രിഫേർഡ്. സോ ഇത് ആർക്കൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടത്, എന്ത് പർപ്പസാണ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ഗെയിമറാണ് ആൻഡ് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് സംവെയർ അറൗണ്ട് ഒരു 30 to 35K ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജി സീരീസ് പ്രോസസർ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ജി സീരീസ് പ്രോസസർ ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. ബിഫോർ ടെല്ലിങ് ദാറ്റ് ഈ പ്രോസസർ നിങ്ങൾ ഗെയിം കളിക്കുകയാണെങ്കിൽ ഗെയിമേഴ്സിന് യൂസ് ചെയ്യാം, നോർമൽ പി സിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ജസ്റ്റ് വെബ് സർഫിങ് അങ്ങനത്തെയൊക്കെ യൂസേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇത് ധാരാളമായിരിക്കും. ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു 16 GB 3200 MHz റാമെങ്കിലും നിങ്ങൾ എന്തായാലും എടുക്കണം. മെയിൻ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊരു ഗ്രാഫിക് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു ഓണറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാഫിക് കാർഡ്സിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാ ഗ്രാഫിക് കാർഡ്സിലും വി റാംസ് വരാറുണ്ട്. ഇപ്പം 36-ൽ 12 GB ഉണ്ട്, 37-ൽ 8 GB ഉണ്ട്, അതേപോലെ. സോ ബേസിക്കലി ആ വി റാം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം ഡേറ്റാസ്, ടെക്സ്ചർ ഫയൽസ് ഇതെല്ലാം ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ ഗ്രാഫിക് കാർഡിൽ ഫാസ്റ്റായിട്ട് ആക്സസ് കൊടുക്കും. ബട്ട് നമ്മുടെ ഈ എ പി യുസിൽ അതേപോലത്തെ ഒരു വി റാം സി പി യുവിനകത്തില്ല. സോ ഈ നമ്മുടെ സി പി യുസ് നമ്മുടെ റാമിനെയാണ് വി റാം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്കിപ്പം ഒരു ഗെയിം റൺ ചെയ്യണം, അതുപോലെ വി റാം ആയിട്ടും ആ റാമിനെ യൂസ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ടാസ്കിന് റാം വേണം. സോ നിങ്ങൾ എപ്പോഴും ഒരു 16 GB ഞാൻ റെക്കമെൻഡ് ചെയ്യും. 16 GB കുറച്ച് കൊണ്ടുവരുന്നത് അത് നിങ്ങളുടെ ഗെയിമിംഗ് പെർഫോമൻസിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ആൻഡ് അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCI സ്ലോട്ട് ലിമിറ്റേഷൻസ് ആണ്. നിങ്ങളൊരു 5000 സീരീസ് പ്രോസസർ, 5000 സീരീസിലുള്ള ജി സീരീസ് പ്രോസറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5600G അല്ലെങ്കിൽ 5700G ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ പ്രോബ്ലം ഫേസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ PCI 3യുടെ ലെയിൻ സപ്പോർട്ട് മാത്രമേ ഗ്രാഫിക് കാർഡിന് വരത്തുള്ളൂ. സോ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബേസിക്കലി നിങ്ങളൊരു ബഡ്ജറ്റ് കുറവായതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു 5600Gയോ അല്ലെങ്കിൽ ഒരു 5700Gയോ വെച്ചൊരു പി സി ബിൽഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഫ്യൂച്ചറിൽ മേ ബി നിങ്ങളൊരു ഗ്രാഫിക് കാർഡ് ആഡ് ഓൺ ചെയ്യുമ്പോൾ ഗ്രാഫിക് കാർഡിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അവിടെ അൺലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് അവിടെ ഒരു ചെറിയൊരു കോണായിട്ട് എനിക്ക് പറയാനുണ്ട്. ബിക്കോസ് അതർ ദാൻ ദാറ്റ് ആ പ്രോസസർ ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ, ഒരു ബഡ്ജറ്റ് യൂസറിന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്രോസറാണ്. ആൻഡ് ഈ പറഞ്ഞൊരു കോൺ 5000 സീരീസിൽ മാത്രമേ ഉള്ളൂ ഗൈസ്. ആൻഡ് 6000 സീരീസ് നോട്ട് 6000 സീരീസ്, ആക്ച്വലി 8000 സീരീസിൽ പിന്നെയും PCI 4ൻ്റെ സപ്പോർട്ട് ഉണ്ട്. സോ ബേസിക്കലി 8000 സീരീസിൽ അത് പിന്നെയും വലിയ പ്രശ്നം വരാൻ ചാൻസസ് ഇല്ല. അപ്പോൾ ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് 5000 സീരീസിൽ ഇങ്ങനെ വരാൻ കുറച്ച് ചാൻസസ് കൂടുതലാണ് ഗൈസ്. ആൻഡ് മോസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് യൂസേഴ്സിന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാ ജി സീരീസ് പ്രോസറിൻ്റെ കൂടെയും അവർ എയർ കൂളേഴ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, AMDയുടെ സ്റ്റെൽത്ത് ബ്ലാക്ക് എയർ കൂളേഴ്സ്. സോ നിങ്ങളൊരു ആഫ്റ്റർ മാർക്കറ്റ് എയർ കൂളർ വാങ്ങാൻ വേണ്ടി എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ദെയർ യു ഗോ ഗൈസ്, ജി സീരീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മൂവിങ് അപ്പ് ടു ദി നെക്സ്റ്റ് വൺ. സോ
സോ സെക്കൻഡ് അപ്പ് ഗൈസ് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ജി ടി സീരീസ്. സോ എന്താണ് ജി ടി സീരീസ്? നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ജി സീരീസിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷനാണ് ഗൈസ് ജി ടി സീരീസ്. വേറെ ഒരു ചേഞ്ചസും ഇല്ല, ജസ്റ്റ് ക്ലോക്ക് സ്പീഡ്സ് കുറച്ചും കൂടി ഒരു 100 to 200 മെഗാഹെർട്സ് കൂടുതലായിരിക്കും. സോ ഈ 100 to 200 മെഗാഹെർട്സ് അത്ര വലിയൊരു ചേഞ്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിംഗിൾ കോ പെർഫോമൻസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും. ആൻഡ് അതുപോലെ തന്നെ ഗെയിമിങ്ങിൽ കുറച്ചും കൂടെ നല്ലൊരു പെർഫോമൻസ് അവർക്ക് ഒരു അപ്ലിഫ്റ്റ് കിട്ടും. സോ ഇത് ആരൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടത് ആൻഡ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി അത് ലൈക്ക് നേരത്തെ പറഞ്ഞ ലൈക്ക് ഗെയിമേഴ്സിനും ഈ നോർമൽ പി സി സർഫ് ചെയ്യാൻ ലൈക്ക് വെബ് ബ്രൗസിംഗ് ഒക്കെ യൂസ് ചെയ്യാൻ ഉള്ള ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ മേ ബി ഡേറ്റ എൻട്രി ജോബ്സ്, ഈ ബിൽഡിംഗ് ടാസ്ക് അതേപോലത്തെ ആൾക്കാർക്കൊക്കെ ഈ ഒരു പ്രോസർ ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ 16 GB ഓഫ് റാം മസ്റ്റാണ്. 32 പോയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, ബട്ട് 16 GB എന്തായാലും വേണം. നമ്മുടെ 5000 സീരീസിലുള്ള ജി ടി സീരീസ് PCIe Gen 3 തന്നെയാണ് ഇതിലും സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഗ്രാഫിക് കാർഡ് നിങ്ങൾ ഫ്യൂച്ചറിൽ ആഡ് ഓൺ ചെയ്യുമ്പോൾ കുറച്ച് പെർഫോമൻസ് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ഇപ്പോൾ ഒരു ഹെഡ്സപ്പ് ആയിട്ട് പറയുകയാണ്. സോ ഇത് ആരൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഇട്ട് ഒരു ഗ്രാഫിക് കാർഡ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു ടൈപ്പ് ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു ഗ്രാഫിക് കാർഡ് ഇട്ടതിന് ഒരു PC ബിൽഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അത്രയ്ക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം, ബട്ട് നോ പ്രോബ്ലം. ബട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചൂസ് വിത്ത് ഗ്രാഫിക് കാർഡ്. കാരണം അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു 5600 GT ഒക്കെ വെച്ചിട്ട് PC ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പയർ ടു 5600G കുറച്ചും കൂടെ പെർഫോമൻസ് കിട്ടും. ബട്ട് ലേറ്റർ ഓൺ ഒരു ഗ്രാഫിക് കാർഡ് ആഡ് ഓൺ ചെയ്യുമ്പോൾ ആ ഗ്രാഫിക് കാർഡിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് എടുക്കാൻ കുറച്ച് പാടായിരിക്കും. ലൈക്ക് ആ ഒരു PCIe Gen 3 ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഗ്രാഫിക് കാർഡിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടത്തില്ല. ആൻഡ് ഫുൾ പൊട്ടൻഷ്യൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഗ്രാഫിക് കാർഡ് ഒട്ടും വർക്കാവത്തില്ല എന്നൊന്നുമല്ല. മേ ബി ഒരു ലെറ്റ്സ് സേ ഒരു 10 to 15% മാക്സിമം ഒരു പെർഫോമൻസ് ഡിപ്പ് വരും, അത്രേ വരുള്ളൂ. അത് ബട്ട് ഗെയിം കളിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഫാർ ബെറ്റർ പെർഫോമൻസ് കിട്ടുകയും ചെയ്യും. സോ അതിൻ്റെ കാര്യം വെറിയിടാവേണ്ട കാര്യമില്ല. ബട്ട് എന്തുകൊണ്ട് ലൈക്ക് ഇത് കുറയും എന്നുള്ളൊരു ഹെഡ്സപ്പ് ഞാൻ തന്നെന്ന് മാത്രമേ ഉള്ളൂ. സോ മൂവിങ് ഫോർവേഡ് ടു ദി നെക്സ്റ്റ് വൺ. സോ ഗൈസ് നെക്സ്റ്റ് അപ്പ് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദി നോണക്സ് സീരീസ്. സോ എന്താണ് നോണക്സ് സീരീസ്? സോ നോണക്സ് സീരീസ് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്ക് ചെറിയൊരു ഹെഡ്സപ്പ് തരണം. നമ്മുടെ ഇന്റലിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സർ എഫ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രോസസ്സറിനും നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ AMDക്ക് നമ്മൾ G5000 സീരീസ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5000Gയും GT സീരീസിലും മാത്രമേ നമുക്ക് ഈ EPU എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് ഗ്രാഫിക്സ് വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ 7000 സീരീസ്, നമ്മുടെ 8000 സീരീസ് ആൻഡ് 9000 സീരീസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സറിലും നമുക്ക് എന്താ പറയുക ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉണ്ട്. സോ ഈ അല്ലാത്ത ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് അത്ര പവറുള്ള ഗ്രാഫിക്സ് അല്ല. അത് നിങ്ങൾക്ക് മെയിൻലി യൂട്യൂബ് സർഫിങ് അല്ലെങ്കിൽ വെബ് സർഫിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതിൽ ഗെയിമിംഗ് പെർഫോമൻസ് ഭയങ്കര ഷോക്കായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ പിന്നെ ഒരു ഹെഡ്സപ്പ് തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിൻ്റെ നമ്മളെ F സീരീസ് ഉള്ളതുപോലെ തന്നെയാണ് ഇതിലും F സീരീസ് ഉള്ളത്. സോ കുറച്ചും കൂടെ ചീപ്പറായിട്ടുള്ള പ്രോസസ്സർ ഇറക്കാൻ വേണ്ടി അവർ ആ ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഡിസേബിൾ ചെയ്തിട്ട് ഇറക്കുന്ന പ്രോസസ്സറാണ് ഈ പറഞ്ഞ F സീരീസ്. സോ അത് എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. പക്ഷേ ഇതിലൊരു ഹെഡ്സപ്പ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ സീരീസ് എന്തെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ഹെഡ്സപ്പ് തന്നത്. സോ ഈ നോൺ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ APUs കഴിഞ്ഞിട്ട് അടുത്തൊരു നെക്സ്റ്റ് അപ്പർ ടിയർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കമ്പയർ ടു നമ്മുടെ X സീരീസ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്സ് കുറവായിരിക്കും, ഇതിൻ്റെ TDP കുറവായിരിക്കും, ആൻഡ് ഇതിൻ്റെ ഹീറ്റിംഗ് കുറവായിരിക്കും. സോ കമ്പയർ ടു നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5600X ഉണ്ട് ആൻഡ് അതിൻ്റെ ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ 5600 ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് APUവിനേക്കാളും കുറച്ചും കൂടി ബഡ്ജറ്റ് ഇട്ട് ഗ്രാഫിക് കാർഡ് വെച്ച് PC ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബഡ്ജറ്റാണ് നിങ്ങൾക്കുള്ള ഒരു ഒരു 45 to 55K അകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രോസസ്സർ ചൂസ് ചെയ്യാം. കമ്പയർ ടു നമ്മുടെ X സീരീസ് ഒരു 2 to 3K കുറവായിരിക്കും പ്രൈസിങ്ങിൽ നോക്കുകയാണെന്നെങ്കിൽ. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ ഹീറ്റിംഗ് കുറവായിരിക്കും. മോസ്റ്റ് ഓഫ് ദി നമ്മുടെ നോൺ X സീരീസ് വരുന്നത് ഒരു 65 or TDPയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹീറ്റിംഗ് കുറവായിരിക്കും. സോ നിങ്ങൾക്ക് ഒരു ആഫ്റ്റർ മാർക്കറ്റ് വലിയ കൂടുതൽ എയർ കൂളർ അല്ലെങ്കിൽ ലിക്വിഡ് കൂളർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് അതുപോലെ തന്നെ AMD തന്നെ നമുക്ക് ഈ പറയുന്ന G സീരീസ്, GT സീരീസ് ആൻഡ് ഈ പറയുന്ന നോൺ X സീരീസിന് വേണ്ടി എയർ കൂളേഴ്സ് ഓൾറെഡി ഇൻ ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിലും 2 ടൈപ്പ് എയർ കൂളേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ AMDയുടെ സ്റ്റെൽത്ത് ബ്ലാക്ക് ആണ് ഫസ്റ്റ്. സോ Ryzen 7 സീരീസിനും Ryzen 5 സീരീസിനുമാണ് അവർ AMDയുടെ സ്റ്റെൽത്ത് ബ്ലാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് Ryzen 9000 സീരീസിന് അവർ AMDയുടെ റേറ്റ് പ്രിസം കൂളേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു ജസ്റ്റ് ഒരു RGB ടൈപ്പ് കൂളറാണ്. സെപ്പറേറ്റ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു RGB ടൈപ്പ്, അത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം വരുന്നത്. സോ ബേസിക്കലി ഇത് ആർക്കൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്ക് വേണം എടുക്കാം. അതായത് അങ്ങനെ പ്രത്യേകിച്ച് റിക്വയർമെൻറ്റ്സോ ലൈക്ക് എടുത്തോലെ ചെറിയ പെർഫോമൻസ് ലൈക്ക് അതിന് ഗ്രാഫിക് കാർഡ് ആഡ് ഓൺ ചെയ്യുമ്പോൾ പെർഫോമൻസ് ലോസ് വരുമെന്ന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല. ഈ പ്രോസസ്സർ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ആർക്ക് വേണം എടുക്കാം. സോ ഇതാണ് നോൺ X സീരീസ് പ്രോസസ്സർ. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. മൂവിങ് ടു ദി നെക്സ്റ്റ് വൺ.
സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എക്സ് സീരീസ് ആണ്. സോ എന്താണ് എക്സ് സീരീസ്? എക്സ് സീരീസ് എന്ന് പറഞ്ഞാൽ കമ്പയർ ടു നമ്മുടെ നോൺ എക്സ് സീരീസ് പെർഫോമൻസ് കൂടുതലായിരിക്കും ആൻഡ് കുറച്ച് കോസ്റ്റ്ലിയർ ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ നമുക്കിപ്പം ഫോർ സിംഗിൾ ത്രെഡഡ് വർക്ക് ലോഡ്സ് ആൻഡ് ഗെയിമിങ്ങിനൊക്കെ നമുക്ക് കമ്പയർ ടു നമ്മുടെ നോൺ എക്സ് സീരീസ് കുറച്ചും കൂടെ പെർഫോമൻസ് ആണെങ്കിൽ നമുക്ക് എക്സ് സീരീസ് ചൂസ് ചെയ്യാം. സോ എക്സ് സീരീസിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ TDP കൂടുതലായിരിക്കും. അത് കൺസ്യൂം ചെയ്യുന്ന പവർ കമ്പയർ ടു നോൺ എക്സ് സീരീസ് കൂടുതലായിരിക്കും ആൻഡ് അതിൻ്റെ പെർഫോമൻസ് കൂടുതലായിരിക്കും. ആൻഡ് നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ പ്രോസസ്സർ എക്സ് സീരീസ് പ്രോസസ്സർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ആഫ്റ്റർ മാർക്കറ്റ് ലിക്വിഡ് കൂളർ അല്ലെങ്കിൽ എയർ കൂളർ എന്തായാലും യൂസ് ചെയ്യണം. മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ Ryzen 5 5600 Xൽ പോലും അവരൊരു എയർ കൂളർ തരുന്നുണ്ട്. ബട്ട് അങ്ങനെ തരുന്നുണ്ടെങ്കിൽ പോലും ആ പ്രോസസ്സർ നല്ല രീതിയിലും ഈവൻ നമ്മളൊരു ആ ഒരു സ്റ്റോക്ക് കൂളർ വെച്ച് യൂസ് നല്ല രീതിയിൽ ഹീറ്റിംഗ് വരും. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു പ്രോസസ്സർ യൂസ് ചെയ്യുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു ആഫ്റ്റർ മാർക്കറ്റ് എയർ കൂളർ അല്ലെങ്കിൽ ലിക്വിഡ് കൂളർ യൂസ് ചെയ്യാനാണ്. ആൻഡ് നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് 7000 അല്ലെങ്കിൽ 9000 സീരീസ് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള എക്സ് സീരീസ് പ്രോസസ്സറിന് അവർ എയർ കൂളർ പോലും തരുന്നില്ല. ബിക്കോസ് ആ സീരീസുള്ള പ്രോസസ്സർ അത്യാവശ്യം ഹീറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ എന്തായാലും ഒരു അത്യാവശ്യം ഒരു ബഡ്ജറ്റായിട്ടുള്ളൊരു 3 to 4K ഒരു എയർ കൂളറോ അല്ലെങ്കിൽ ഒരു 2.5 to 3.5 എയർ കൂളറോ അല്ലെങ്കിൽ നിങ്ങളൊരു 240mm Ryzen 5 ആണെങ്കിൽ ഒരു 240mm ലിക്വിഡ് കൂളറും ഒരു Ryzen 7 ആണെങ്കിൽ ഒരു 360mm ഒരു എൻട്രി ഒരു 7 to 8K ഒരു ലിക്വിഡ് കൂളറും വയ്ക്കുന്നത് നല്ലതായിരിക്കും. Ryzen 9 ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എയർ ഫ്ലോ കൂടിയ ഒരു ലിക്വിഡ് കൂളർ തന്നെ ഞാൻ വയ്ക്കാൻ റെക്കമെൻഡ് ചെയ്യും. ആൻഡ് ഇത് മെയിൻലി യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കമ്പയർ ടു നമുക്ക് നോൺ എക്സിന് കുറച്ചും കൂടെ പെർഫോമൻസ് ആവശ്യമുള്ള ആപ്പ് നമുക്ക് ചൂസ് ചെയ്യും. ഇതിലിങ്ങനെ പ്രത്യേകിച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് അതിൻ്റെ ഒരു ഇത്. കാരണം നമ്മൾ ഈ പ്രോസറിനെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഈ ജിയും GTയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നുള്ളൂ. നമ്മുടെ ഈ XT ആൻഡ് നോൺ എക്സ് സീരീസൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്പായിട്ടാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ടു നോൺ എക്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, കമ്പയർ ടു XT കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അത് മാത്രമേ ഉള്ളൂ. സോ ബേസിക്കലി ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. യൂസ് കേസ് ആർക്കും വേണം യൂസ് ചെയ്യാം. ബട്ട് ഗ്രാഫിക് കാർഡ് എന്തായാലും വെക്കണം. 5000 സീരീസ് പ്രോസർ ആണെങ്കിൽ എന്തായാലും വെക്കണം. 7000 ആൻഡ് 9000 സീരീസ് ആണെങ്കിൽ ഇൻറ്റീഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരും. ബട്ട് അതിൽ ഗെയിം കളിക്കാമെന്ന് വിചാരിക്കേണ്ട കേസ് അതിൽ ഗെയിം കളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തായാലും ഒരു അഡീഷണൽ ആയിട്ട് ഗ്രാഫിക് കാർഡ് ആഡ് തന്നെ ചെയ്യണം. സോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ മൂവിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്. സോ നെക്സ്റ്റ് ടൈം ഗൈസ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന XT സീരീസ് ആണ്. സോ വാട്ട് ഈസ് XT സീരീസ്? XT സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സിനെയും കാര്യം കുറച്ചും കൂടെ ക്ലോക്ക് സ്പീഡ്സ് കൂടുതലായിരിക്കും, കുറച്ചും കൂടെ പവർ കൺസപ്ഷൻ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ആൻഡ് ഹീറ്റിംഗ് കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. ആൻഡ് ഒരു പർട്ടിക്കുലർ XT മോഡൽ Ryzen 9 5900 XT ആണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട്. ആ ഒരു മോഡലിന് മാത്രം കുറച്ചും കൂടെ കോർ കൗണ്ട്സും കൂടുതലാണ്. അത് മാത്രമേ ആ ഒരു ചേഞ്ചസ് ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ ഞാൻ നോർമലി നിങ്ങളുടെ അടുത്ത് XT സീരീസ് പ്രോസസ്സർ വാങ്ങാൻ പറയത്തില്ല. ബിക്കോസ് കമ്പയർ ടു എക്സ് സീരീസ് അതിൻ്റെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അപ്ലിഫ്റ്റ് മാത്രമേ വരത്തുള്ളൂ. ആൻഡ് അതിൻ്റെ കോസ്റ്റ് അത്യാവശ്യം കൂടുതലും കൂടെയാണ്. സോ XT സീരീസ് ഞാൻ എടുക്കാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യത്തില്ല. മെയിൻലി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ പർപ്പസസ് ആണ്, ഗെയിമിംഗ് ആണ്, എഡിറ്റിംഗ് ആണ്, വീഡിയോ എഡിറ്റിംഗ് ആണ്, എന്തൊക്കെയാണെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സർ X തന്നെയായിരിക്കും. XTയിലോട്ട് പോകാൻ ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ ഗെയിം ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് വെയിറ്റ് ചെയ്ത് ചെയ്യാൻ നിങ്ങൾക്കൊരു സ്പെസിഫിക് CPU വെയിറ്റിംഗ് ആണ്. സോ ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ആൻഡ് XT സീരീസ് ഇൻ കേസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നേരത്തെ പറഞ്ഞ തന്നെ ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് സൊല്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യണം. ആൻഡ് ഈ പറഞ്ഞ എന്തെങ്കിലും CPUs നിങ്ങളൊരു ഫ്യൂച്ചർ ബിൽഡിൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. നിങ്ങൾ എന്ത് ക്യൂരീസ് ഉണ്ടെങ്കിലും ഞാൻ അവിടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് നിങ്ങൾക്ക് എന്നെ അതിലൂടെ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. സോ നെക്സ്റ്റ് ടോപ്പിക് ഗൈസ് എഫ് സീരീസ്. സോ എഫ് സീരീസ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഡിസേബിൾ ചെയ്തിട്ടുള്ള പ്രോസസ്സേഴ്സ് ആണ്. സോ ഇത് നമുക്ക് 5000 സീരീസ് നമുക്ക് എഫ് സീരീസ് കാണാൻ പറ്റാത്തതിൻ്റെ റീസൺ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബിക്കോസ് 5000 സീരീസിൽ G സീരീസിനല്ലാതെ വേറെ ഒരു പ്രോസറിനും നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്നില്ല. ബട്ട് നമ്മൾ 7000 ആയിക്കോട്ടെ, 9000 ആയിക്കോട്ടെ, 8000 ആയിക്കോട്ടെ, ബാക്കി എല്ലാ പ്രോസറിലും നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. സോ ബേസിക്കലി AMD എന്ന് വെച്ചപ്പം നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കുറച്ചും കൂടെ ബഡ്ജറ്റ് വേരിയൻസിന് ഇപ്പോൾ ബഡ്ജറ്റ് യൂസേഴ്സിന് നമുക്ക് 7600 എന്ന് പറയുന്ന പ്രോസസ്സർ ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് 7600 ഇത്തിരി എക്സ്പെൻസീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് 7600 എടുക്കാം. സോ ഇപ്പം നമുക്ക് ചില യൂസേഴ്സിന് ചിലപ്പോൾ അതും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അതിൽ നിന്നൊരു ചീപ്പർ ഓൾട്ടർനേറ്റീവ് നമ്മൾ എഫ് സീരീസ്. സോ കമ്പയർ ടു ബേസ് മോഡൽ കുറച്ചും കൂടെ പ്രൈസ് കുറവായിരിക്കും, പെർഫോമൻസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പിന്നെ ഗെയിമേഴ്സ് ആണ് നമുക്ക് പ്രോസർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സിൻ്റെ ആവശ്യം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബിക്കോസ് അവരെന്തായാലും ഗ്രാഫിക് കാർഡ് ആഡ് ഓൺ ചെയ്തിട്ട് മാത്രമേ PC ബിൽഡ് ചെയ്യാറുള്ളൂ. സോ നിങ്ങൾ ഈ ഒരു പ്രോസർ ഒരു എഫ് സീരീസ് പ്രോസർ ഗെയിമിങ്ങിനാണ് എടുക്കുന്നുണ്ടെങ്കിൽ കണ്ണും കൂട്ടി എടുക്കാൻ പറയും നിങ്ങളുടെ ബഡ്ജറ്റ് യൂസർ ആണെന്നുണ്ടെങ്കിൽ. ബിക്കോസ്
ഒരു ഗെയിമിംഗ് പി സി ഈ കാലത്ത് ബിൽഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഗ്രാഫിക് കാർഡ് വെച്ച് തന്നെയാണ് ബിൽഡ് ചെയ്യുന്നത്. സോ നമ്മൾ പ്രോസറിലുള്ള ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല ഗെയിമേഴ്സ്. മെയിൻലി അവർ ഈ പറയുന്ന നോർമൽ പ്രോസർ എടുക്കുന്നതിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ജി പി യുസ് ആണെങ്കിൽ ലൈക്ക് ജി സീരീസ് പ്രോസർ എടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ എ പി യുസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അതിൻ്റെ ഗ്രാഫിക് കോഴ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബട്ട് നോർമൽ യൂസേഴ്സൊക്കെ ഒരു ഗ്രാഫിക് കാർഡ് വെച്ച് തന്നെയാണ് മെയിൻലി ഗെയിം കളിക്കാറുള്ളത്. സോ എഫ് സീരീസ് പ്രോസർ അതാണ്. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ വേറൊന്നുമില്ല. ഇത് ലൈക്ക് ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഡിസേബിൾഡ് ആയിരിക്കും ആൻഡ് കമ്പാരിറ്റീവ്ലി ഇത് ചീപ്പറായിരിക്കും. ആൻഡ് അതിലൊരു ഹൈലൈറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ എഫ് സീരീസ് കൂടുതലും കാണാൻ പറ്റും നമുക്ക് റൈസൻ 7000 സീരീസിലും 8000 സീരീസിലുമാണ്. 9000 സീരീസിൽ ഇതുവരെ എഫ് സീരീസ് ലോഞ്ച് ആയിട്ടില്ല. ബട്ട് 7000 സീരീസിലുള്ള എഫ് സീരീസ് ഇവിടെ കാണുന്നത് ഭയങ്കര കുറവാണ്. ആൻഡ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് അതിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് AMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. സോ ബേസിക്കലി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ഒരു സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആയിട്ട് AMDയുടെ വെബ്സൈറ്റിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് ഇവിടെ ഞാൻ വേണമെങ്കിൽ ഒരു പിക്ചറും കൂടെ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. നമുക്ക് അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക, നോക്കുക ആൻഡ് കണ്ടിന്യൂ. ഓക്കെ ഗൈസ്, സോ അതാണ് നമ്മുടെ എഫ് സീരീസ്. സോ ഗൈസ്, നെക്സ്റ്റ് അപ്പ് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് X3D CPUs. സോ X3D എന്താണ്? ഇത് ഗെയിമേഴ്സിൻ്റെ ഒരു ഹെവൻ CPUs ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഗെയിമേഴ്സാണ് കൂടുതൽ X3D CPUs എടുക്കുന്നത്. മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ X3D CPUസിൽ L3 ലൈക്ക് ഈ CPUസിൽ വരുന്ന ക്യാഷസ് കൂടുതലായിരിക്കും. മെയിൻലി L3 ക്യാഷ് കൂടുതലായിരിക്കും. സോ ഈ ക്യാഷ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ലൈക്ക് നമ്മളൊരു ആപ്പ് റൺ ചെയ്യുകയാണ്. ആൻഡ് ആപ്പ് റൺ ആവുന്ന സമയത്ത് നമ്മൾ ആ ആപ്പിൻ്റെ ടെമ്പററി ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ റാമിലാണ്. അതുപോലെ തന്നെ CPUവിനകത്ത് CPUവിന് പെട്ടെന്ന് ലൈക്ക് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി CPU ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ക്യാഷസ്. സോ മെയിൻലി നമ്മുടെ ഈ X3D CPUസിൽ ഈ ക്യാഷ് സൈസ് കൂടുതലായിരിക്കും കമ്പയർ ടു നോർമൽ CPUs. സോ ഗെയിമിന് നല്ല രീതിയിൽ പെർഫോമൻസ് തരാൻ നമ്മളെ സഹായിക്കും. സോ അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സാണ് ഇത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് ബഡ്ജറ്റ് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈസൻ 5000 സീരീസിലും 7000 സീരീസിലും അതുപോലെ തന്നെ റൈസൻ 9000 സീരീസിൽ X3D CPUs അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ആൻഡ് കേസ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഗെയിമറാണ്, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് X3D CPUs എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. റൈസൻ 7ൻ്റെ മേളിലോട്ടുള്ള X3D CPUs ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. മെയിൻ റീസൺ എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഉള്ള ഗെയിംസിൽ ഒരു 4 to 6 കോഴ്സ് അല്ലെങ്കിൽ മാക്സിമം പോയ 8 കോഴ്സ് യൂസ് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ റൈസൻ 9 എടുത്തിട്ട് ഒരു 16 കോറുള്ള CPU എടുത്തിട്ട് അതിൽ ആ X3D കാണുമ്പോൾ അതിൽ കുറച്ചും കൂടെ കമ്പയർ ടു കൂടുതൽ പെർഫോമൻസ് കിട്ടുമെന്ന് പറഞ്ഞ് എടുക്കണ്ട. ബിക്കോസ് അതിന് അത്രയും FPS കൂടുതൽ കിട്ടത്തില്ല. മോസ്റ്റ് ഓഫ് ദ ബെഞ്ച് മാർക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റൈസൻ 7 സീരീസിലുള്ള X3D CPUs തന്നെയാണ് എപ്പോഴും മറ്റേ ബെഞ്ച് മാർക്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിംസ് അത്രയും കോഴ്സ് എന്തായാലും എടുക്കത്തില്ല. സോ അങ്ങനെ എടുക്കാത്ത സമയത്ത് നമ്മൾ എക്സ്ട്രാ കോഴ്സുള്ള CPU എടുത്താലും അവിടെ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കാണാൻ പറ്റത്തില്ല. ആൻഡ് അതുപോലെ തന്നെ റൈസൻ 9ലുള്ള ഈ X3D CPUs കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവും കൂടെയാണ്. സോ അത്രയും പൈസ നിങ്ങൾ ആ ഒരു CPUവിന് സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ റൈസൻ 7ലുള്ള ഒരു X3D പ്രോസർ എടുക്കുക ആൻഡ് ബാക്കി എമൗണ്ട് നിങ്ങൾ ഗ്രാഫിക് കാർഡിൽ സ്പെൻഡ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ഗ്രാഫിക് കാർഡ് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള FPS കിട്ടുന്നത്. നിങ്ങളിപ്പോൾ അവിടെ റൈസൻ 7 X3D CPUസിൻ്റെ മേളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു FPS ഡിഫറൻസ് അവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ റെക്കമെൻഡ് ചെയ്തത് അതിന് പകരം ഒരു ഗ്രാഫിക് കാർഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. ആൻഡ് ഒരു നല്ല ആഫ്റ്റർ മാർക്കറ്റ് എയർ കൂളർ ആൻഡ് ലിക്വിഡ് കൂളർ തന്നെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യാം ഗൈസ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് കമൻറ്റ് ഡൗൺ ബിലോ ആൻഡ് ലെറ്റ് മീ നോ ഗൈസ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ക്യൂരീസ് ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു മീ ഓൺ Instagram. Till then, Alonix is signing off. Peace guys.